ലൂക്കോസ് 4:6. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. യേശു കർത്താവ് 40 ദിവസം തൻ്റെ സ്നാനത്തിന് ശേഷം ഉപവസിക്കുവാനിടയായി. സ്നാനസമയത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും ആ ശക്തിയോടെ മരുഭൂമിയിലേക്ക് നടത്തപ്പെടുകയും ചെയ്തു. യേശു കർത്താവ് ഉപവാസത്തിലായിരുന്ന സമയം പിശാച് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കർത്താവ് എല്ലാ പരീക്ഷയും ജയിച്ചു. പിശാച് കർത്താവിനെ വിട്ടുമാറുകയും ചെയ്തു. പരീക്ഷണങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ വായിച്ചത്. ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ കർത്താവിനെ കാണിച്ച് പിശാച് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ അധികാരം അതിൻ്റെ മഹത്വവും നിനക്ക് തരാം. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകും എന്ന്. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവനോടാണ് പറയുന്നത് എന്ന ബോധ്യം പിശാചിന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതുവാൻ. യേശു കർത്താവ് അതിൽ തർക്കിക്കുന്നുമില്ല. ഈ ലോകത്തിൻ്റേതായ ഒരു ആകർഷണതയും മാസ്മരികതയും ഒക്കെയുണ്ട്. അത് ഭൂമിയല്ല, ലോകമെന്ന വ്യവസ്ഥിതിയാണ്. അതിൻ്റെ ആകർഷണീയതയെ ചെറുത്തു തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സൗന്ദര്യം, പണം, പ്രശസ്തി, അധികാരമോഹങ്ങൾ, അതിനായി എന്തും ചെയ്യുവാനുള്ള മനസ്സ്, ചതി, വഞ്ചന, കാപട്യം, സുഖലോലുപത, ഇതൊക്കെ ലോകത്തിൻ്റെ ആകർഷണങ്ങളാണ്. ഇതൊക്കെ പിശാച് നമുക്ക് വച്ച് നീട്ടുന്നവയാണ്. അവനെ ഒന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ നമ്മുടെ കൈകളിൽ എത്തും. പണവും അധികാരസ്ഥാനങ്ങളുമൊക്കെ ദൈവമക്കൾക്ക് ദൈവം നൽകുന്നുണ്ട്. അതൊക്കെ അവർ ദൈവനാമ മഹത്വത്തിനായി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി പ്രയോജനപ്പെടുത്തുന്നു. നമ്മിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത വർദ്ധിച്ചില്ല എങ്കിൽ നാം അറിയാതെ അവനെ നമസ്കരിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. എഫേസ്യർ 2:2 മുമ്പേ നിങ്ങൾ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു എന്ന് നാം വായിക്കുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം കൃപയാൽ നമ്മെ രക്ഷപ്പെടുത്തി. പിശാചിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ മനസ്പ്രകാരം ജീവിക്കാതെ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ താണിരിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ലോകത്തിൻ്റെ ആകർഷണങ്ങൾക്ക് വേണ്ടി പിശാചിനെ നമസ്കരിക്കാതെ അവിടുത്തെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.